സ്പോട്ട് ലൈവ് തുടരുന്നു. കേരള മനസ്സാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ച അട്ടപ്പാടി മധു വധക്കേസിൽ ഹൈക്കോടതിയുടെ നിർണായകമായ വിധി. കേസിൽ വിചാരണ കോടതി 7 വർഷം തടവിന് ശിക്ഷിച്ച 12 പ്രതികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 16 പ്രതിക്ക് 1 വർഷമാണ് തടവ് ശിക്ഷ. എന്നാൽ ഇതിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ കാര്യം 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടതാണ്. നവമി ദിനേശിലേക്ക്. നവമി, ഇവിടെ ഈ ഹുസൈൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി തന്നെ പരിശോധിക്കണം. ഈ സാക്ഷികളുടെ കൂറുമാറ്റമാണോ അതോ ഈ ശാസ്ത്രീയ തെളിവുകൾ അവിടെ വീഴ്ച സംഭവിച്ചതാണോ? പ്രത്യേകിച്ചും ഈ സംഭവം നടക്കുന്ന സമയത്ത്, മധുവിനെ കൂട്ടവിചാരണ നടത്തുന്ന സമയത്ത് ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല. ദൃശ്യങ്ങളിൽ ഹുസൈൻ ഇല്ല. പിന്നെ സാക്ഷികൾ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഇക്കാര്യങ്ങളാണോ? പക്ഷെ അങ്ങനെയെങ്കിൽ ഈ ഹുസൈൻ എങ്ങനെയാണ് 1-ാം പ്രതിയായത്? ഇക്കാര്യം അടക്കം പരിശോധിക്കേണ്ടതല്ല. ഇത് അന്വേഷണത്തിലാണോ വീഴ്ച ഉണ്ടായതോ പ്രോസിക്യൂഷനാണോ വീഴ്ച സംഭവിച്ചത്? ടോം, ഈ പ്രോസിക്യൂഷൻ കോടതി വാദിച്ചത്, അതായത് 1-ാം പ്രതി ഹുസൈനാണ് മധുവിന്റെ വയറിലും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും ചവിട്ടിയത്, മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഉണ്ടെന്നായിരുന്നു വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ ആ ഒരു വാദത്തെ പൂർണ്ണമായും തള്ളുവാനായി, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളത് ഈ ഹുസൈൻ അവിടെ ഉണ്ടായിരുന്ന ആളിന്റെ കൂട്ടത്തിൽ മാത്രമായിരുന്നു, മറിച്ച് മധുവിനെ മർദ്ദിച്ചു എന്ന് പറയുന്ന വാദം തെറ്റാണെന്ന് തെളിയിക്കുവാൻ പ്രതിഭാഗം അഭിഭാഷകന് കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ തെളിവിന്റെ അഭാവത്തിലാണ് ഹുസൈനെ വെറുതെ വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹുസൈനെതിരെ സാക്ഷി പറഞ്ഞ 2 പേർ, അതായത് 9-ാമത്തെയും 11-ാമത്തെ സാക്ഷികൾ, അങ്ങനെ 2 സാക്ഷികളും പറയുന്ന സമയത്ത്, അതായത് ഹുസൈൻ മധുവിനെ മർദ്ദിച്ചു എന്ന് തങ്ങൾ കണ്ടു എന്ന് പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കുവാനും പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഈ കടയിലെ CCTV ദൃശ്യങ്ങളിലടക്കം ഈ സാക്ഷികൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ഈ സംഭവം നടക്കുന്ന സമയത്ത് സാക്ഷികൾ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുവാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു. ഇതോടുകൂടിയാണ് ഹുസൈനെ വെറുതെ വിടുന്ന നടപടിയിലേക്ക് ഹൈക്കോടതിയും കടന്നിരിക്കുന്നത്. അങ്ങനെയാണ് 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെതിരെ തെളിവിന്റെ അഭാവത്തിൽ കോടതി വെറുതെ വിടുന്നത്. കീഴ്ക്കോടതി 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈന് 7 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ വിചാരണയിൽ പ്രോസിക്യൂഷൻ അത് തെളിയിക്കുവാനായി കഴിയാത്തതുകൊണ്ടാണ് ഹുസൈനെ വെറുതെ വിടുന്ന നടപടിയിലേക്കും കടന്നിരിക്കുന്നത്. ബാക്കി 3 പ്രതികൾക്കും ബാക്കി 12 പ്രതികളെയും കൃത്യമായി തന്നെ ജീവപര്യന്തത്തിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അതിൽ മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം, 16-ാം പ്രതിക്ക് മാത്രമാണ് 1 വർഷം തടവ്. അതായത് 16-ാം പ്രതി ഈ മധുവിനെ ആക്രമിക്കുന്ന സമയത്ത് അവിടെ മധുവിനെ ആക്രമിച്ചിട്ടില്ല. പകരം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഈ 16-ാം പ്രതിയായിട്ടുള്ള മുനീർ ശ്രമിച്ചത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ചത് ഈ മുനീറാണ്. മുനീറിന് നേരത്തെ 3 മാസത്തെ തടവും 500 രൂപ പിഴയുമായിരുന്നു കീഴ്ക്കോടതി ചുമത്തിയത്. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ പ്രതികരണം വരുന്നുണ്ട്. ടോം, നമുക്ക് പ്രോസിക്യൂഷൻ അഭിഭാഷകനോട് തന്നെ വിശദാംശങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് 1-ാം പ്രതിയെ വെറുതെ വിട്ട നടപടിയിൽ മേൽക്കോടതികളെ സമീപിക്കുമോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ കീഴ്ക്കോടതി 2 പേരെ വെറുതെ വിട്ടു. ആ ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയും ശരിവെക്കുന്നത്. ഇനി ഇതിൽ മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ കുടുംബത്തിന്റെ അടുത്ത നീക്കം എന്താണ്? പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് 1-ാം പ്രതിയെ വെറുതെ വിടാനുണ്ടായ സാഹചര്യം? ഇതിലെല്ലാം നമുക്ക് അഭിഭാഷകന്റെ പ്രതികരണത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. കേട്ടോ, അതെ, ഞാൻ മല്ലിയമ്മയുടെ വിക്ടിം അപ്പീൽ ചെയ്യുന്നതാണ്. വിക്ടിം അപ്പീൽ ചെയ്യുന്ന ആഗ്രഹിച്ച ഇതിപ്പോ 3 ജീവപര്യന്തമാണ് കിട്ടിയിട്ടുള്ളത്. കൺകറന്റ്ലി മാത്രം അനുഭവിച്ചാൽ മതി. 30 ലക്ഷത്തിന്റെ നഷ്ടപരിഹാരവും ഇരയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1-ാം പ്രതിയെ വെറുതെ വിട്ടതിൽ സമരസമിതിയും കുടുംബവും ആലോചിച്ച്, ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. 12 പ്രതികൾക്കാണ് 3 ജീവപര്യന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. 4ഉം 11ഉം പ്രതികളെ കീഴ്ക്കോടതി നേരത്തെ വെറുതെ വിട്ടതാണ്. 16-ാമത്തെ പ്രതിയാണ്
ഒരു സിമ്പിൾ ഇംപ്രീസ്മെന്റ് കൂടി ഇവിടെ കൊടുത്തിരിക്കുക. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. ഒന്നാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് വിക്ടിം അപ്പീലിന്റെ ഭാഗത്തു നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ്. എന്നിരുന്നാലും 12 പേർക്കെങ്കിലും 3 ജീവപര്യന്തം കൊടുത്തു എന്നുള്ളത് ഈ നിയമ പോരാട്ടത്തിന്റെ വലിയ വിജയമാണ്. അതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള എന്റെ സുഹൃത്ത്, പ്രിയപ്പെട്ട സുഹൃത്ത് PV ജീവേഷ്, അതുപോലെ തന്നെ എന്റെ ഒപ്പമുള്ള രാജേഷ് മേനോനും, അതുപോലെ തന്നെ മറ്റു പുറയിൽ നിന്നിട്ടുള്ള എല്ലാവരും ഇതിനെ സമരസമിതിയൊക്കെ വളരെ ഇതിനെ അഹോരാത്രം പണിയെടുത്ത ആളുകളാണ്. ഇതിലൊരു കാര്യം പ്രിയപ്പെട്ട ചാനലുകാരോട് പറയാം. ഈ ചാനലുകാരുടെ അല്ലെങ്കിൽ മീഡിയാസിന്റെ വലിയ ഇടപെടലാണ് ഈ കേസിനെ വലിയ ഒരു സോഷ്യൽ മൂവ്മെന്റായിട്ട് കേരളത്തിൽ മാറ്റിയത്. അതുകൊണ്ട് ഈ മീഡിയാസിനെ പ്രത്യേകമായി ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാം. മറ്റൊരു കാര്യം, ഈ കേസിൽ സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നു. ഏത് സർക്കാർ എന്ന് പറയുമ്പോൾ ആ നിലനിന്ന സർക്കാർ. കാരണം 1989 ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി അഗെയിൻസ്റ്റ് SC/ST ആക്ട്. ആ ആക്ടിൽ 6ാമത്തെ പാഠഭാഗത്തിൽ 15A-യിൽ 11H-ൽ പറയുന്ന ഒരു ആക്ട് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും പോലീസും എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് 24 സാക്ഷികൾ കൂറുമാറിയത്. അതുകൊണ്ടാണ് ഈ താഴെ കോടതിയിൽ തന്നെ ഇത് ഒരു മോശപ്പെട്ട ശിക്ഷയിലേക്ക് പോയി. അതുകൊണ്ട് ഇന്ത്യൻ ഹോം മിനിസ്ട്രി വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് 2018 നടപ്പിലാക്കിയിരുന്നു. പക്ഷെ ഇതൊന്നും അന്നത്തെ സർക്കാരോ പോലീസോ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് മോശപ്പെട്ട വിധിയിൽ അന്ന് കീഴ്ക്കോടതിയിലുണ്ടായ സംഭവം. ഇനിയിപ്പോ ഇന്ന് അപ്പീൽ പോകാൻ പോകുന്നത് ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണ്. ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ടതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ വികാരം എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ആ വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മൾ കോവിഡ് കാലത്ത് ആദ്യം കിളികൾക്കും ആദ്യം തെരുവോട്ടികൾക്കും മറ്റു ജീവികൾക്കും ഭക്ഷണമാണ് ആദ്യം കൊടുത്തത്. എന്നിട്ടാണ് മനുഷ്യരായ മലയാളികൾ നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടാണ് ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കേണ്ടത്. ഒന്നാം പ്രതിയെ ഈ കേസിൽ ഒന്നാമത് ഡിജിറ്റൽ എവിഡൻസിനെ മാത്രം ആശ്രയിച്ചാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അതിൽ മുക്കാലി ജംഗ്ഷനിൽ വെച്ച് അവിടുത്തെ ശ്രീരാഗ് ബേക്കറി 14ാം പ്രതിയുടെ ബേക്കറിയിലെ CCTV ക്യാമറയിലാണ് ഒന്നാം പ്രതി മധു എന്ന് പറയുന്ന നിരാലംബനായ പ്രതികരിക്കാൻ കഴിയാത്ത ആളെ ആഞ്ഞു ചവിട്ടുന്നത്. പക്ഷെ ഈ ആഞ്ഞു ചവിട്ടുന്നത് ആൾക്കൂട്ടത്തിന്റെ നടുവിലായതുകൊണ്ട് അത് നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 10 ആളെ കൂട്ടി അതിന്റെ നടുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളെ ചവിട്ടി കൊല്ലാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കറിയാം ഒന്നാം പ്രതി ചവിട്ടിയിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ വക്കീലിനറിയാം ചവിട്ടിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാം ചവിട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും കാണാൻ പറ്റില്ല. പിന്നെ ചവിട്ടി എന്ന് പറയുന്ന 3 സാക്ഷികളുണ്ടായിരുന്നു. 3 സാക്ഷികളുടെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചില്ല. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള എതിരഭിപ്രായമാണ് ഹൈക്കോടതിയിലുള്ളത്. കാരണം എന്താ, സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഒന്നാം പ്രതിയെ ശിക്ഷിക്കാമായിരുന്നു, ശിക്ഷിച്ചില്ല. കാരണം അത് കണ്ടില്ല. കാരണം ഹുസൈൻ അതിന്റെ ഉള്ളിലേക്ക് അവിടെ ഒരു കുറ്റകൃത്യം നടന്നാൽ മറ്റുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഭാവവ്യത്യാസം, ചവിട്ട് കിട്ടിയ മധുവിന്റെ ആ എക്സ്പ്രഷൻ, പിന്നെ അവിടെ ഇരുന്നിരുന്ന 7ാം പ്രതി ഷംസുദ്ദീൻ ഒന്നാം പ്രതിക്കെതിരെ വിരല് ചൂണ്ടുന്നുണ്ട്, എന്താണ് നീ കാണിച്ചെന്നുള്ള ചോദ്യത്തിൽ. അത് കോടതി പരിഗണിച്ചില്ല. തൊട്ടടുത്ത ബേക്കറിയിൽ നിന്ന് 5-8 പേർ ഓടി വരുന്നുണ്ട് മധുവിനെ ചവിട്ടി അവിടെ സംഭവം നടന്നപ്പോൾ. ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ചില്ല.
അവിടെ നിന്നിരുന്ന ആളുകൾ അങ്കലാപ്പിലായി. അത് ചെയ്തത് തെറ്റാണ്. പക്ഷേ ഒന്നാം പ്രതിയുടെ ആഞ്ഞു ചവിട്ട് നെഞ്ചത്ത് കിട്ടി. പുറകുഭാഗം ആ സ്റ്റീലിന്റെ ആ ഭണ്ഡാരത്തിൽ ഇടിച്ച് രണ്ടാമത്തെ പരിക്ക്, അത് മാരകമായ പരിക്കിൽ ബ്രെയിൻ എഡിമ മൂലം മരണപ്പെടുവാൻ കാരണമായി. പക്ഷെ അത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഒന്നാം പ്രതി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് അയാൾ ഒരിക്കലും ഇതിൽ കുറ്റവാളി അല്ലാതിരിക്കുന്നില്ല. നിലവിലെ ഇപ്പോ 3 ജീവപര്യന്തം അതൊന്ന് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഏതൊക്കെ വകുപ്പുകളിൽ? അത് 326 ഉണ്ട്, 324 ഉണ്ട്, 323 ഉണ്ട്. ഇത് എല്ലാം കൂടിയാണ്. പിന്നെ 304 പാർട്ട് 2 കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ, കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ, അതിന് കൂടിയിട്ടാണ് ഈ 3 ജീവപര്യന്തം കൊടുത്തിട്ടുള്ളത്. കൺകറന്റ്ലി ഒരെണ്ണം അനുഭവിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ടിൽ നേച്ചുറൽ ഡെത്ത്. നഷ്ടപരിഹാരം 30 ലക്ഷം രൂപയാണ്. ഓരോരുത്തരും 50,000. 16 പ്രതി 1 വർഷം. അത് കീഴ്ക്കോടതിയിൽ 3 മാസവും ഒരു 500 രൂപ. മധുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. എന്തായാലും അട്ടപ്പാടി മധുവധ കേസിൽ 12 പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ജീവപര്യന്തമാക്കി ഉയർത്തിയത്. പ്രതികൾക്ക് 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും വരും മണിക്കൂറുകൾ തന്നെ പുറത്തുവരും. ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വിധി. ഈ 12 പ്രതികളുടെ ശിക്ഷ നേരത്തെ 7 വർഷം ശിക്ഷയായിരുന്നു, അത് ജീവപര്യന്തമാക്കി ഉയർത്തിയത് ആശ്വാസകരമാണ്. പക്ഷേ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഒന്നാം പ്രതി ഹുസൈനെ കോടതി വെറുതെ വിട്ടത് അത് തെറ്റായ സന്ദേശമാണെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും അത്തരം ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.